അതെ ഗസീട്ടാറാം, വലിയേട്ടന് എന്താ സംഭവിച്ചത്? മോട്ടുപാത്തിലു ഡോക്ടർ ചട്കയുടെ മീത് എന്തോ കെമിക്കൽ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും അദ്ദേഹം പരലോകത്തിലേക്ക് പോയി എന്നാ തോന്നുന്നത്. ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവിടെ സ്വർഗത്തിൽ നല്ല സുഖമാ മോട്ടു. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ കൂടെ മുകളിലേക്ക് വാ. അവിടെ ഭയങ്കര സുഖമാണ് മോട്ടു. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ മുകളിലേക്കൊന്നും വരണ്ടേ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ശരിക്കും നിങ്ങൾ എന്നെ മുകളിലേക്ക് പറഞ്ഞു വിടുവോ? അല്ല ഡോക്ടർ ജഡ്ക, നിങ്ങൾക്കെല്ലാം ശരിയായോ? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ തമാശ കളിച്ചതല്ലേ. ഇതെന്റെ ഹോളോഗ്രാഫിക് ഇമേജ് ആണ്. ഇതിനെയാണ് നിങ്ങൾ ആത്മാവെന്ന് വിചാരിച്ചത്. ഡോക്ടർ ചട്ക, ഈ മെഷീൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ടാളുടെയും ഹോളോഗ്രാഫിക് ഇമേജ് മൊബൈലിനകത്തേക്ക് പോകും. നിങ്ങൾ എന്ത് കട തുടങ്ങിയാലും അവിടേക്കുള്ള ഓർഡർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒന്ന് ആലോചിക്കുക. ഇതൊരു പുതിയ ഐഡിയ ആണ്. ഇനി നിങ്ങളുടെ ബിസിനസ് നടക്കുമല്ല, ഓടും വളരെ നല്ല രീതിയില്. ഇത് വളരെ നല്ല ഐഡിയയാണ്. ഇനി നമ്മൾ ഡെയിലി നീഡ്സിനുള്ള കട തുടങ്ങുന്നു. എന്നിട്ട് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും ഓർഡർ എടുക്കാൻ നമ്മുടെ ഹോളോഗ്രാഫിക് ഇമേജ് മൊബൈലിലോട്ട് പോകും. ജോലിയുടെ കൂട്ടത്തില് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാലോ. ചിങ്കം സാറേ, ഈ റിബൺ ഒന്ന് കട്ട് ചെയ്തിട്ട് എന്റെ ഈ ഷോപ്പ് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരുമോ പ്ലീസ്? എന്റെ അമ്മോ, വേണ്ട 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 വേണ്ട, ഞാനത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്ക് ഞാൻ എന്ത് ഉദ്ഘാടനം ചെയ്തു തന്നാലും അവസാനം അത് എനിക്ക് തന്നെ പണിയായി വരും. ഇല്ല ചിങ്കം സാറേ, ഇപ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഇപ്രാവശ്യം നിങ്ങൾക്ക് റിബൺ കട്ട് ചെയ്യേണ്ടി വരില്ല. കാരണം ഇത് ഹോളോഗ്രാഫിക് റിബൺ ആണ്. ഇത് ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വെറുതെ ഇത് കട്ട് ചെയ്യുന്നത് പോലെ ഒരു ആക്ഷൻ കാണിച്ചാൽ മതിയെന്നേ. അത്രേ ഉള്ളൂ സംഭവം. വേറെ സൈന്റിസ്റ്റ് അവന്മാരുടെ ബിസിനസ് തകർത്ത് കളയണം. എന്ത് വില കൊടുത്താലും ഇവന്മാരുടെ ബിസിനസ് നടക്കാൻ പാടില്ല. ജോൺ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കാം. ഹോളോഗ്രാഫിക് റിബണിനുള്ളിൽ ഞാൻ കറണ്ട് പാസ് ചെയ്യിക്കാം. എന്റെ അമ്മോ, നിങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഓ, ഈ വീട്ടിൽ നെറ്റ്വർക്കും കിട്ടുന്നില്ലല്ലോ. ആ, കിട്ടിപ്പോയി. ഓർഡർ പ്ലീസ്. ആ, സോറി, പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയതാ. ഓർഡർ എഴുതിക്കോളൂ. അതെ, സൂക്ഷിച്ചെഴുതണം. ഇനി എന്ത് ചെയ്യും? ഓർഡർ വരെ കൊടുത്തു കഴിഞ്ഞു. വൈറസ് സാറേ, എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യൂ. ഞാൻ അവന്റെ ഓർഡറിൽ ചേഞ്ചസ് വരുത്താൻ പോവുകയാണ്. 1 പാക്കറ്റ് ഉപ്പ്, 20 കിലോ ആട്ട, 10 കിലോ പഞ്ചസാര, 1 പാക്കറ്റ് കണ്ണൻ ദേവൻ ചായല. താങ്ക് യു, വളരെ നല്ലത്. മോട്ടു, നിന്റെ ഇമേജ് കൊണ്ടുവന്ന ഓർഡറൊക്കെ ഈ കമ്പ്യൂട്ടറിൽ ഫീഡ് ആയിട്ടുണ്ട്. പക്ഷെ ഈ ഓർഡർ കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, 20 കിലോ ഉപ്പ്, 1 പാക്കറ്റ് ആട്ട, 10 കിലോ ചായപ്പൊടി, പിന്നെ 1 പാക്കറ്റ് പഞ്ചസാര. ഇവരെന്ത് ആൾക്കാരാണ്? എന്തൊക്കെ ഓർഡറാ ചെയ്തിരിക്കുന്നേ? ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ഗാഡ്ജറ്റ്സിൽ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇല്ല ചങ്കെ, അങ്ങനെ വരാൻ വഴിയില്ല. എന്റെ ഗാഡ്ജറ്റിന് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ ചെന്ന് ഓർഡർ എടുത്തിട്ട് വരൂ. ചെല്ലു. മാഡം, നിങ്ങൾ ഇവിടേക്ക് കുറച്ച് ഓർഡർ തന്നിരുന്നില്ലേ? ഇതാ. ഓ, കൊണ്ടുവരൂ. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോ, ഒന്ന് പറയോ? 20 കിലോ ഉപ്പ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? കാരണം ഉപ്പിനൊന്നും ഇത്രയധികം ഓർഡർ ആരും തരാറില്ലാത്തതുകൊണ്ടാ. 20 കിലോ ഉപ്പോ? ഇല്ലില്ല, നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയതായിരിക്കും. മാഡം, തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്നിനല്ലേ സംഭവിക്കേണ്ടത്. പക്ഷേ മാഡം തന്ന എല്ലാ ഓർഡറും ഇതുപോലെ തലകീഴായിട്ടാണല്ലോ ഉള്ളത്. 1 പാക്കറ്റ് മൈദ, 10 കിലോ ചായപ്പൊടി, 1 പാക്കറ്റ് പഞ്ചസാര. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്താ പറ്റിയേ? ഈ 20 കിലോ ഉപ്പ്, 10 കിലോ പഞ്ചസാര, 1 കിലോ ആട്ട, 10 കിലോ കണ്ണൻ ദേവൻ ചായലയും വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു.
എന്താ അതും ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങൾ എന്താടാ പൊട്ടന്മാരാണോ? നിങ്ങൾ എന്താണോ ഓർഡർ തന്നത് അതുപോലെ ഞാൻ കൊണ്ടുവന്നത്. എന്റെ മെഷീൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. തരൂ, പൈസ തരൂ. ആ വാ, നിനക്ക് ഞാൻ പൈസ തരാം. എന്റെ അമ്മോ, എന്നെ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വല്യേട്ടാ. അല്ല ഇതെന്താ? ഓർഡർ തെറ്റിപ്പോയി പത്തലു. അല്ല ഇതെങ്ങനെ സംഭവിച്ചു? ശരി, ഇത്തവണ ഞാൻ എന്റെ ഇമേജ് അയച്ചു നോക്കാം. ഓർഡർ പ്ലീസ്. 10 കിലോ ബാദാം, 10 കിലോ കശുവണ്ടി, 15 കിലോ കുരുമുളക്, പിന്നെ 10 കിലോ മാവ്. ശരിക്കും എഴുതിക്കൊണ്ട് പോ. മോട്ടോന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി പത്തിലുവിന്റെ കാര്യം നോക്കിയാ മതി. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്, എന്നിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ആ വാ വാ, ഇത് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റോ? എല്ലാം ഒറിജിനൽ തന്നെയാ, 100%, 100%. ഇന്ന പിടിച്ചോളൂ നിങ്ങളുടെ ഓർഡർ. ശരി, നീ ഇവിടെ ഇരിക്കും കേട്ടോ. ഞങ്ങളിത് ചെക്ക് ചെയ്തിട്ട് നിനക്ക് പൈസ തരാം. ശരി. ഇതെന്തുട്ടാ, ലിപ്സ്റ്റിക്കോ? ഉസ്താദ്, ഈ പാക്കറ്റിനകത്ത് ക്രീം പൗഡർ ആണല്ലോ. ക്രീം പൗഡറോ? ഇത് ഞങ്ങൾ ഇടണോ? ഞങ്ങളോട് ഈ സൈസ് തമാശ കാണിക്കാൻ തനിക്ക് പേടിയില്ലടോ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റി പോയതാണെന്നാ തോന്നുന്നേ. ശരി, ഇനി നിനക്ക് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. കൂട്ടുകാരെ, തുടങ്ങിയേക്കാം നമുക്ക്. മോട്ടു രക്ഷിക്ക്. മോട്ടു. മോട്ടു. ഹലോ ചേച്ചി, അല്ല പെങ്ങളെ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്റെ മോട്ടു, ഞാൻ പെങ്ങളൊന്നും അല്ല, നിന്റെ പത്ലു ആണ്. വീണ്ടും എന്തോ തെറ്റുപറ്റി പോയിരിക്കുക. അയാളുടെ ബദാമിന് പകരം ക്രീമും പൗഡറും ലിപ്സ്റ്റിക്കും ആണ് കൊടുത്തത്. വലിയേട്ടാ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇത് കണ്ടുപിടിച്ചേ മതിയാവൂ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ആരോ നിങ്ങളുടെ ഓർഡറിൽ എന്തോ പണി പറ്റിക്കുന്നുണ്ട് എന്റെ ചങ്ക. പൊളിച്ചടത്തല്ലോ. എനിക്ക് ഡിറ്റക്റ്റീവ് പണിയിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വന്നേ, നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഏത് വീട്ടിലാണോ ഹോളോഗ്രാഫിക് ഇമേജ് അയച്ചത് അവിടെ ചെന്ന് നോക്കാം എന്താണ് സംഭവിച്ചെന്ന്. അത് കണ്ടോ, ജോൺ അവന്റെ സയന്റിസ്റ്റുമായി ചേർന്ന് ഗാഡ്ജറ്റിലുള്ള എല്ലാ ഓർഡറുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചങ്കേ. ഇതാ കണ്ടില്ലേ എന്റെ മെഷീൻ? എന്തോ ഇത്? ഓ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ, ആ ജോണിന് എന്താ ചെയ്യേണ്ടതെന്ന്. ഐഡിയ. നല്ല രസമുണ്ടായിരുന്നു. യെസ്, എന്താ കാര്യം? ഹലോ സാർ, ദിസ് ഈസ് മൈ ഹോളോഗ്രാഫിക് ഇമേജ്. ഞാൻ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതാണ്. യെസ്. ഓർഡർ ശരിയാക്കാനോ? എന്താ ഉദ്ദേശിച്ചത്? ബോക്സർ ഏട്ടന്റെ അടുത്ത് നിന്ന് എന്നും ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ. ഇത് ഹോളോഗ്രാഫിക് ഇമേജ് ഒന്നും അല്ല, ഇത് ശരിക്കുമുള്ള ബോട്ടുമാണ്. അതേ പ്രിയപ്പെട്ട എന്റെ ജോൺ സുഹൃത്തെ, ഇനിയും ഉണ്ടോ കുറെ പേര്. ജോൺ, നീ എന്റെ ഓർഡർ മുഴുവൻ മാറ്റി കളഞ്ഞു അല്ലേ? നിന്നെ ഞാനുണ്ടല്ലോ ഇടിച്ച് ശരിയാക്കും. ഇവൾ എന്ത് പഞ്ച് ചെയ്യാനാണ്? ഓക്കെ, എന്താ ശരി,
ഇടിച്ചോളൂ, എത്ര വേണമെങ്കിലും ഇടിച്ചോളൂ. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ് ആണ്. വരൂ കൂട്ടുകാരെ, നമ്മള് ചീറ്റിംഗ് ചെയ്യാറില്ല. അടിച്ചോ, ബോസ് ബോസ് വളരെ നന്നായിരിക്കുന്നു ബോസ്. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ് ആണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.